കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് 148 സങ്കീർത്തനം 14 വാക്യം വായിക്കുന്നു. തന്നോട് അടുത്തിരിക്കുന്ന ജനമായി ഇസ്രായേൽ മക്കളായ തൻ്റെ സകല ഭക്തന്മാർക്കും പുകഴ്ചയായി അവൻ സ്വജനത്തിനൊരു കൊമ്പിനെ ഉയർത്തിയിരിക്കുന്നു. യഹോവയെ സ്തുതിപ്പിൻ. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കൊമ്പ്, അതിനെക്കുറിച്ചാണ് ഇന്ന് നാം ചിന്തിക്കുന്നത്. ഹല്ലേലൂയ. ഇസ്രായേൽ മക്കളായിരിക്കുന്ന യഹൂദ ഗോത്രം 12 വേണ്ടി കർത്താവായ ദൈവം ഒരു കൊമ്പിനെ, യേശുക്രിസ്തു എന്ന കൊമ്പിനെ അവർക്ക് നൽകിയെങ്കിൽ പുതിയ നിയമ ഇസ്രായേലിന് ആ ക്രിസ്തുവിലൂടെ ഓരോ കുടുംബത്തിനും ദൈവസഭയ്ക്ക് വേണ്ടി ഓരോ കൊമ്പിനെ ദൈവം ഉയർത്തിയിട്ടുണ്ട്. ആ കൊമ്പ് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ന് പൽക്കാലം നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ മഹത്വം കാണും. പ്രൈസ് ദി ലോർഡ്. ആ കൊമ്പ് കർത്താവായ യേശു ക്രിസ്തുവിൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കർത്താവിനോടുകൂടെ ചേർന്നിരുന്ന് ദൈവസഭയിൽ അഭിഷേകം പ്രാപിച്ച് ദൈവത്തെ ആരാധിക്കുന്ന ജനമാണ് ആ ഓരോ കൊമ്പുകളും. ഞാൻ പറയട്ടെ, ഈ കൊമ്പിന് എന്ത് പ്രത്യേകത എന്ന് ചോദിച്ചാൽ, ഈ കൊമ്പിനൊരു പ്രത്യേകതയുണ്ട്. ഇത് ഉദാഹരണത്തിൻ്റെ കൊമ്പാണ്. ഇത് ഉയർച്ചയ്ക്ക് വേണ്ടി ഹല്ലേലൂയ സ്തോത്രം യുദ്ധം ചെയ്യുന്നൊരു കൊമ്പാണ്. ഇത് ഹല്ലേലൂയ സ്തോത്രം ഈ കൊമ്പ് ശക്തമായിട്ട് തൻ്റെ ജനത്തെ വിടുവിക്കുന്നൊരു കൊമ്പാണ്. പട്ടിണിയിൽ നിന്ന്, ദാരിദ്ര്യത്തിൽ നിന്ന്, രോഗത്തിൽ നിന്ന്, ക്ഷാമത്തിൽ നിന്ന്, എല്ലാത്തിനും ഇത് രോഗത്തിൽ നിന്ന്, പാപത്തിൽ നിന്ന്, എല്ലാത്തിൽ നിന്നും വിടുവിക്കുന്ന ഒരു കൊമ്പാണ്. അതിനുള്ളൊരു അഭിഷേകമാണ് ദൈവം ഈ പുതിയ നിയമസഭയായ യേശു ക്രിസ്തുവിൽ വിശുദ്ധിയിലും വേർപാടിലും സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന തൻ്റെ മക്കൾക്ക് ദൈവം കൊടുത്തിരിക്കുന്നത്, തൻ്റെ ജനത്തിന് വേണ്ടി എന്ന് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും വിശ്വസിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, എന്നെ ദൈവം എൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തും. എൻ്റെ ദൈവം എൻ്റെ മക്കൾക്ക് വേണ്ടി എന്നെ പ്രയോജനപ്പെടുത്തും. എൻ്റെ ദൈവം എൻ്റെ ദേശത്തിന് വേണ്ടി എന്നെ പ്രയോജനപ്പെടുത്തും. എൻ്റെ ദൈവം എൻ്റെ മീതെ തന്നിരിക്കുന്ന അഭിഷേകത്താൽ വൻ കാര്യങ്ങൾ എനിക്ക് ചെയ്യുവാൻ കഴിയുമെന്നുള്ള വിശ്വാസം വന്നു കഴിഞ്ഞാൽ, അതിന് നമ്മൾ ജഡികമായിട്ടുള്ള പോരാട്ടങ്ങളല്ല നമ്മുടെ ജീവിതത്തിൽ വേണ്ടത്. പ്രാർത്ഥന വേണം, ഉപവാസം വേണം, തിരുവചന ധ്യാനം വേണം. ദൈവത്തോട് ചേർന്നിരുന്നു കൊണ്ട് ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളെ പ്രാപിക്കുവാൻ തക്കവണ്ണം എഴുന്നേറ്റ് വരണം. പ്രൈസ് ദി ലോർഡ്. എഴുന്നേറ്റെങ്കിൽ മാത്രമേ ഹല്ലേലൂയ ഈ നാളുകളിൽ ദൈവത്താലുള്ള അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കാണുകയുള്ളൂ. അതുകൊണ്ട് അവിശ്വസിക്കാതെ വിശ്വസിക്കുന്നവനായി ഹല്ലേലൂയ തോമസിനോട് പോലെ വിശ്വാസിയായിരിക്കണം, വിശ്വസ്തനായിരിക്കണം. ദൈവത്തിന് വേണ്ടി നിന്നുകൊണ്ട് നിൻ്റെ കുടുംബത്തിൻ്റെ ഉദ്ധാരണത്തിന് വേണ്ടി നീ എഴുന്നേൽക്കേണ്ടത് സമയമായി എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.